യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദുഃഖം വരുമ്പോൾ നമ്മൾ കരയാറുണ്ട്. എന്നാൽ സന്തോഷം വരുമ്പോഴും ചിലർ കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെപ്പോഴാ? ആ ഒരു വിജയത്തിന് വേണ്ടി, ആ സന്തോഷത്തിന് വേണ്ടി ഒത്തിരിയധികം സഹനങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടാണ് അവിടെ എത്തിയതെങ്കിലാണ് അങ്ങനെ ഒരു കണ്ണീര് ഒഴുക്കാൻ സാധിക്കുക. അമ്മ കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷിക്കും. പ്രസവിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കണ്ണുകൾ നിറഞ്ഞെന്ന് വരാം. കാരണം അതിനു മുമ്പുള്ള 9 മാസത്തെ കഷ്ടപ്പാടുകളും വേദനയോടെയുള്ള പ്രസവവും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും നമുക്കുണ്ടോ? അതിനപ്പുറത്തേക്കൊരു സന്തോഷമുണ്ടെന്ന് ഈശോ നമ്മളെ അറിയിക്കുകയാണ്. ആ ഒരു മനോഭാവത്തോടു കൂടി ജീവിത സഹനങ്ങളെ നേരിടാൻ, കഷ്ടപ്പാടുകളെ നേരിടാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക. ദൈവത്തിൽ പ്രത്യാശയോടുകൂടി ഈശോയിൽ എല്ലാം അർപ്പിച്ച് ജീവിത സഹനങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.